നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. എമിറേറ്റ്സിൽ തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങൾ ആഗ്രഹിച്ചതും അതാണ്, ആഴ്സണൽ അവർക്ക് നൽകിയതും അതാണ്. ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ, ഗംഭീരമായ ആധിപത്യം, സമ്പൂർണ്ണ ആധിപത്യം, സമഗ്ര ആധിപത്യം. 3-0 കവൻട്രിയെ തോൽപ്പിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ഇത് കളി കണ്ടപ്പോൾ ഉള്ള ആവേശത്തിൽ പറയുന്ന ഇമ്മീഡിയറ്റ്ലി നമുക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. വിശദമായിട്ടുള്ള താരങ്ങളുടെ പെർഫോമൻസും മറ്റുമൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇതൊരു ക്വിക്ക് റിവ്യൂ എന്ന രൂപത്തിൽ കണ്ടാൽ മതി. എൻ്റെ മനസ്സ് നിറഞ്ഞു. ഓരോ ആഴ്സണൽ ആരാധകൻ്റെയും മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവണം. അമ്മാതിരി പെർഫോമൻസാണ് ഈ ഒരു കളിയിൽ പുറത്തെടുത്തുള്ളത്. ഒരു പക്ഷേ വളരെ കംഫർട്ടബിളായിട്ടിരുന്ന് കണ്ടൊരു ആഴ്സണലിൻ്റെ മത്സരം. ഇതാണ് ഒരു നമ്മുടെ ഒരു ടീം ചാമ്പ്യന്മാരായി നിൽക്കുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്തൊരു കളിയാണ് കളിച്ചിരിക്കുന്നത്. സോളിസിൻ്റെ പ്രകടനം എടുത്തു പറയണം. ഒരു പക്ഷേ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ആഴ്സണൽ നടത്തിയ ഏറ്റവും മികച്ച സൈനിങ് എന്ന് തന്നെ പറയണം. ആ രൂപത്തിലുള്ള പെർഫോമൻസാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വലത് വിങ്ങിൽ തീർച്ചയായിട്ടും ബുക്കായോ സാക്കയുടെ ഒരു എനർജിയും പെർഫോമൻസും. ഓഡേഗാർഡ് അദ്ദേഹത്തിൻ്റെ പ്രൈമിലേക്ക് 2 വർഷം മുമ്പൊക്കെ അദ്ദേഹം കളിച്ചിരുന്ന അതേ രൂപത്തിലേക്ക് എത്തുകയാണോ എന്നൊരു തോന്നലുണ്ടാക്കിയ കളിയാണ് ഈ കടന്നു പോയിരിക്കുന്നത്. ബെൻ വൈറ്റ് ആ വിങ്ങിലൂടെ മനോഹരമായിട്ട് കളിച്ചു. കലാഫിയോറി ഇപ്പോൾ കുറച്ച് കളികളായിട്ട് നന്നായിട്ട് തന്നെ കളിക്കുന്നു. അത് അദ്ദേഹം തുടരുന്ന കാഴ്ച. കായ് ഹവേർട്സിൻ്റെ ഫാസ്റ്റ് ടച്ച് ഫിനിഷ്, വാവ്. പിന്നെ ലൂയിസ് കെല്ലി മികച്ചൊരു മിഡ്ഫീൽഡറാണ് താനെന്ന് അദ്ദേഹം കൃത്യമായിട്ട് കാണിക്കുന്നു. ഒരു തരത്തിലുള്ള ഭയപ്പാടുമില്ലാതെ ഫൈനൽ തേർഡിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്യുന്നു. അതിമനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന കാഴ്ചയാണ്. ആഴ്സണലിൻ്റെ ഈ ഒരു മധ്യനിര അത് തീർച്ചയായിട്ടും ഭരിക്കും ഇത്തവണ പ്രീമിയർ ലീഗ് എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ ഇപ്പോൾ ബ്രൂണോ ഗുയിമാരസ് പുറത്തിരിപ്പാണ്. സുബിമെൻഡി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് വന്നത്. സുബിമെൻഡിക്കൊക്കെ ഇനി ആഴ്സണലിൻ്റെ ഈ മധ്യനിരയുടെ ഈ ഒരു കപ്പാസിറ്റിയൊക്കെ വെച്ച് ഇനി അവസരങ്ങൾ എത്രത്തോളം ലഭിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഡെക്ലാൻ റൈസ് വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹം സോളിഡായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഞാൻ പറയും. പിന്നെ ഡിഫൻസിൽ ഗബ്രിയൽ മെഗല്ലസ് ഒരല്പം ഓഫ് കളർഡ് ആയിരുന്നോ എന്നൊരു സംശയം. പക്ഷേ അധികം ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു യെല്ലോ കാർഡൊക്കെ അദ്ദേഹം വാങ്ങിച്ചു കൂട്ടി എന്നുള്ളതാണ് തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിൽ. പിന്നെ അധികം ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല. മൊസ്കേര നന്നായിട്ട് തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ നോക്കിയാലും ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നിയ ഒരു കളിയാണ്. 3-0 വിജയം. ഹവേർട്സ് ഗോളടിച്ചു, അതാണ് പറയേണ്ട ഒരു കാര്യം. ഗ്യോക്കറസ് അല്ല, ഹവേർട്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ പരിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ സീസണിൽ ഹവേർട്സ് പൊളിച്ചെടുക്കുമെന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കായ് ഹവേർട്സും അതേതോടൊപ്പം ബുക്കായോ സാക്കയും സോളിസും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. മധ്യനിരയിലാണെങ്കിൽ ഒഡേഗാർഡും ഡെക്ലാൻ റൈസും ലൂയിസ് കെല്ലിയും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വൈറ്റും മോസ്കേറയും മെഗല്ലസും കലാഫിയോറിയും ഡിഫൻസിലുണ്ടായിരുന്നു. ഡേവിഡ് റയ ഗോൾ കീപ്പറായിട്ട്. ഇതാണ് ആഴ്സണൽ ഇറക്കിയ ടീം. അപ്പം ബ്രൂണോ ഗുയിമാരസ് പരിക്ക് മാറി വരുന്നേ ഉള്ളൂ എന്നൊരു സൂചന ഇന്നലെ തന്നെ നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അതേസമയം ലൂയിസ് കെല്ലി, ഡെക്ലാൻ റൈസ്, ഒഡേഗാർഡ് മികച്ച രൂപത്തിൽ തന്നെ മധ്യനിരയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കൊൻസ എത്തുകയാണ്. കോൺസ കൂടി എത്തുമ്പോൾ ഡിഫൻസ് ഒന്നുകൂടി ശക്തമാകും. അപ്പോൾ കോൺസയും ബ്രൂണോ ഗുയിമാരസും എല്ലാവരും കൂടി ഇൻവോൾവ് ആകുമ്പോൾ ഈ ടീമിനെ താങ്ങുമോ മറ്റുള്ളവരെന്നുള്ളതാണ് ചോദ്യം. മറുഭാഗത്ത് അത്ര വലിയ ഒരു ക്വാളിറ്റി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതനുസരിച്ചുള്ളൊരു കളി തന്നെയാണ് ഫ്രാങ്ക് ലാംപാർഡിൻ്റെ ടീം പുറത്തെടുത്തത്. ബസീംസും തോമസ് അസാൻഡയും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഗോൾ കീപ്പർ റഷ്വർത്തിന് പിടിപ്പത് പണിയും ഉണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ ആഴ്സണലിൻ്റെ ആ ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ, മികച്ച പാസിങ് ഗെയിമിലൂടെയൊക്കെ അവരങ്ങ് ആഞ്ഞടിച്ച് കയറി പോകുന്ന കാഴ്ച. എപ്പോൾ വേണമെങ്കിലും ഗോൾ വീഴുക എന്നുള്ളതായിരുന്നു. 15-ാമത്തെ മിനിറ്റിൽ ആ ഗോൾ വീഴുകയും ചെയ്തു. അത് കൃത്യമായിട്ട് കായ് ഹവേർട്സിലേക്ക് എത്തുകയും കലാഫിയറിയുടെ ഒരു ക്രോസാണ് അത് കായ് ഹവേർട്സിലേക്ക് എത്തുകയും കായ് ഹവേർട്സ് ഫസ്റ്റ് ടൈമായിട്ട് അത് വലയിലേക്ക് അടിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ കവൻട്രിയുടെ ഡിഫൻഡർക്ക് ഒന്നുകൂടി നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അത് കഴിഞ്ഞില്ല. ആ ഒരു ക്രോസ് വരികയും നല്ല രൂപത്തിൽ തന്നെ കായ് ഹവേർട്സ് ഫസ്റ്റ് ടൈം ടച്ചിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചു. അവിടെ തീർന്നു. കവൻട്രിക്ക് അത്രയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ. ഈ രണ്ട് ടീമും തമ്മിലുള്ള ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് പ്രകടമായി കൊണ്ടിരുന്ന നിമിഷങ്ങളാണത്. 23-ാമത്തെ മിനിറ്റിൽ സാക്കയുടെ ഗോളും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. അതൊരു ലോ ക്രോസ്, ഗോൾ കീപ്പർക്ക് അത് വേണ്ട വിധത്തിൽ തടയാൻ പറ്റിയില്ല. അദ്ദേഹം തട്ടിയിട്ട ബോളാണ്. അത് ഒരു ടാപ്പിൻ എന്ന രൂപത്തിൽ ഗോളാക്കി മാറ്റുന്നു ബുക്കായോ സാക്ക. തീർന്നു കവൻട്രി. പിന്നെ ചില നീക്കങ്ങൾ വീണ്ടും ആഴ്സണൽ നടത്തിയെങ്കിലും ആദ്യ പകുതിയിൽ പിന്നെ
ഗോൾ വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ആദ്യ പകുതി കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാനൊന്ന് പറയാം. അതായത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. ആഴ്സണൽ ശരിക്കും വളരെ ഫ്ലൂയിഡായിട്ട് വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് ആ 45 മിനിറ്റ് കളിച്ചിട്ടുള്ളത്. കലാഫിയോറി എൽ ബി എന്ന നിലയിൽ ഒക്കെ വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ എല്ലാ സോണുകളിലും എന്ന രൂപത്തിൽ ആഴ്സണൽ നന്നായിട്ട് തന്നെ കളിച്ചു. സോലിസ് ശരിക്കും പറഞ്ഞാൽ നല്ല രൂപത്തിൽ ആ ഏരിയയിൽ അദ്ദേഹം വളരെ പവർഫുള്ളായിട്ട് എന്താണ് അദ്ദേഹത്തിന് ഒരു ഫീഡ് ചെയ്യുന്നത് എന്ന് പോലും തോന്നിക്കുന്ന തരത്തിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. കായ് ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ചകൾ കണ്ടു. ഒഡേഗാർഡ് ഷിഫ്റ്റിംഗ് അക്രോസ്, അതുപോലെ തന്നെ റൈസ്, അതുപോലെ തന്നെ ലൂയിസ് കെല്ലിയൊക്കെ വളരെ നല്ല രൂപത്തിൽ ഒരു ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഫസ്റ്റ് ലൈൻ ബിൽഡപ്പിന് വേണ്ടിയിട്ട് അവർ കാര്യങ്ങൾ സഹായിക്കുന്നു. വൈറ്റ് ആണെങ്കിൽ ഒരുപാട് സോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ അദ്ദേഹം നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. സോ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നിയ ഒരു ഫസ്റ്റ് ഹാഫാണ് കടന്നുപോയത്. സെക്കൻഡ് ഹാഫിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ആഴ്സണലാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ അടുത്ത ഗോളും കണ്ടെത്തിയതല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ ആ ഗോൾ വീഴുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഗോൾ കീപ്പർ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ തടയാമായിരുന്നു എന്നുള്ളതാണ്. എന്നാലും അത് അദ്ദേഹം അർഹിച്ച ഗോൾ തന്നെയാണ്. അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പോകവേ ചില സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തുന്നു. ഡെക്ലൻ റൈസിനെ പിൻവലിച്ച് സുബിമെൻഡി ഇറക്കുന്നു. ഞാൻ പറഞ്ഞ സുബിമെൻഡിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനൊക്കെ ഇനി എത്രത്തോളം പ്ലെയിൻ ടൈം ലഭിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ സാക്കയെ മാറ്റിയിട്ട് മഡൂക്കിനെ കൊണ്ടുവരുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു മാറ്റം തന്നെയാണ്. ഒരുപക്ഷെ മഡൂക്കോ സാക്കിയോ ആര് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നല്ലോ. സാക്കി ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, നന്നായിട്ട് തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് കളിക്കുകയും ചെയ്തു. പിന്നെ സോളിസിനെ പിൻവലിച്ച് എസയെ കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ കുറച്ച് മനോഹരമായ ഫുഡ് വർക്ക് കാര്യങ്ങൾ, അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നീക്കങ്ങൾ നമ്മൾ കണ്ടു. ഒഡേഗാർഡിനെ പിൻവലിച്ച് മെറീനോയെ കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു. കലാഫിയോറിക്ക് പകരം ഹിൻകപ്പി വരുന്നത് 81ാമത്തെ മിനിറ്റിലാണ്. അങ്ങനെയാണ് ആഴ്സണലിലെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടക്കുന്നത്. പക്ഷേ രണ്ടാം പകുതിയിൽ ഇപ്പോൾ അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഒന്ന് ആഴ്സണൽ പിൻവലിഞ്ഞോ എന്നൊരു തോന്നൽ. കവൻട്രി അവർക്കാവുന്ന വിധത്തിൽ ചില നീക്കങ്ങളൊക്കെ നടത്താൻ നോക്കി. അതിൽ ഒരു നീക്കം മാത്രമാണ് എടുത്തു പറയാനുള്ളത്. ഒരു ഹെഡർ വന്നു, അത് നേരെ റയയുടെ നേരെ തന്നെ വന്നു ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ 3 4 5 ഗോളുകളൊക്കെ ആഴ്സണലിൽ അടിക്കാമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗംഭീരമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആഴ്സണൽ നടത്തി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് തീർച്ചയായിട്ടും മറ്റുള്ള ടീമുകൾക്ക് ഒരു ഭീഷണിയാണ്. ഇപ്പോൾ കവൻട്രിയെ തോൽപ്പിച്ചതിന് എത്രയൊക്കെ പറയാനുണ്ടെന്ന് ചോദിച്ചാൽ ഇത് സീസണിൻ്റെ തുടക്കമാണ്. അവിടെ തന്നെ ഇത്രയും ഒത്തിണക്കത്തോടു കൂടി ഈ ടീം കളിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അല്ലാതെ എതിരാളി കവൻട്രി ആണല്ലോ, പ്രൊമോട്ട് ചെയ്യപ്പെട്ടു വന്ന ടീമല്ലേ, അങ്ങനെ അല്ല ഇതിനെ കാണേണ്ടത്. ഇതിനെ നമ്മൾ കാണേണ്ടത് തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് ഇതിലെടുത്തു പറയേണ്ടത്. ഏതായാലും ഗംഭീര വിജയത്തോടു കൂടി ആഴ്സണൽ തുടങ്ങിയിരിക്കുന്നു. ഇത്തവണ ഗണ്ണേഴ്സ് പൊളിച്ചെടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അടുത്തൊരു വീഡിയോയുമായിട്ട്, വിശകലന വീഡിയോയുമായിട്ട് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലൂടെ കാണാം.